പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ വീണ്ടും കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധി എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. ആമേൻ. ലോകത്തിൽ നാം എവിടെ പോയാലും ലഭിക്കാത്ത സന്തോഷവും സമാധാനവും പ്രത്യാശയും എല്ലാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്കത് ലഭിക്കാനിടയായിത്തീരും. ആമേൻ. നാം ഒരു ഫംഗ്ഷന് കടന്നു പോയാൽ ആമേൻ, ആ നിശ്ചിത സമയത്തേക്ക് മാത്രമുള്ള സമാധാനമായ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ നിത്യമായ സന്തോഷവും നിത്യമായ സമാധാനവും ദൈവം നമ്മുടെ മേൽ പകരുവാനിടയായിത്തീരും. നമ്മെ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹം, നമ്മെ കരുതിയ കർത്താവിൻ്റെ കരുതൽ, നമ്മെ വീണ്ടെടുത്ത കർത്താവിൻ്റെ ആ വീണ്ടെടുപ്പിൻ്റെ വിലയെ ഓർത്താൽ നാം എങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ആമേൻ സന്തോഷിക്കാതിരിക്കും. ആമേൻ. ദൈവത്തിന് മഹത്വം കരയറ്റണം. ദൈവത്തിന് വേണ്ടതെല്ലാം ഹല്ലേലൂയ മഹത്വവും സ്തോത്രം, സ്തുതി, സ്തോത്രം ഒക്കെ നാം കൊടുക്കണം. നമ്മുടെ ദൈവം സ്തുതികൾ മേൽ അധിവസിക്കുന്ന ദൈവമാണ്. ആമേൻ. ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പാൻ ആഹ്വാനം ചെയ്ത നാഥന്റെ സന്നിധിയിൽ ആണ് ഇന്ന് നാം ആയിരിക്കുന്നത്. ലോകത്തിൽ നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. സകല സൃഷ്ടികളും നാഥന്റെ സുവിശേഷം, അത് ആ നല്ല സദ്വർത്തമാനം യേശു ഭൂമിയിലേക്ക് കടന്നു വന്നു. അത് സകല ജാതി മതസ്ഥരെയും രക്ഷിപ്പാനായി കടന്നു വന്നു. അവൻ വിടുവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ലോകത്തിലുള്ള സർവ്വജനത്തിനെ സുവിശേഷിക്കുവാൻ ഘോഷിക്കുവാനായി ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ ആമേൻ, അല്പനിമിഷം ചില ചിന്തകളുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ പരിപാലനം, സൂക്ഷിപ്പും ഒക്കെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഇടയായി തീർന്നു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവവചനത്തെക്കുറിച്ച് നാം പറഞ്ഞാൽ ദൈവവചനം അത് ജീവനുള്ള വചനമാണ്. ആമേൻ. വചനം പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ. അതാരാണ്? അത് സാക്ഷാൽ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മാനവജാതിയെ രക്ഷിപ്പാൻ വേണ്ടി. യേശു ക്രിസ്തു തന്റെ ദൗത്യ നിർവഹണത്തിനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആമേൻ. നാം ബൈബിളിന്റെ ആരംഭത്തിൽ തന്നെ നോക്കുമ്പോൾ ആമേൻ, ഭൂമി പാഴ്ശൂന്യമായി കിടന്നു. ആ പാഴ്ശൂന്യമായി കിടന്ന ഭൂമിയെ ആമേൻ, അതിനു മുമ്പ് ഈ പുതുക്കി പണിയുന്നതിന് മുമ്പ് ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതികളുണ്ടായിരുന്നു. ദൂതന്മാരായിരുന്നു അന്ന് ഭൂമി ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ലൂസിഫർ പാപം ചെയ്തതിനാൽ അവന് ബൈബിളിൽ നാം എസ്കേൽ പ്രവൃത്തിയിൽ നാം വായിക്കുന്നു, ആ ലൂസിഫർ ചെയ്ത എല്ലാ പ്രവൃത്തിയും പിതാവായ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. അവൻ ലൂസിഫർ അവൻ പാടുകയും അവന്റെ സ്വരമാധുര്യമൊക്കെ ദൈവത്തിന് വളരെ ഇഷ്ടമായതിനാൽ അവൻ പറഞ്ഞിരുന്ന പ്രവൃത്തികളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ നിഗളം കയറിയതിനാൽ അവൻ സ്വയം തീരുമാനിച്ചു, ഞാൻ അത്യുന്നതന്റെ മുകളിൽ കയറും. അത്യുന്നതന്റെ ഞാൻ വാണരുളും. മുകളിൽ കയറി ഞാൻ വാണരുളും. അത്യുന്നതന് ഞാൻ സമനാകും. അവന്റെ ഹൃദയ വിചാരങ്ങൾ ദൈവം അത് അറിഞ്ഞിട്ട് അവനെ ലൂസിഫറിനെ ഈ ഭൂമിയിലേക്ക് തന്റെ ചിറകറ്റ് ഭൂമിയിലേക്ക് ഇടുവാനിടയായി. അത് മുഖാന്തരം ലൂസിഫറിന്റെ ആ ചിന്ത അത്യുന്നതിനെതിരായി അവൻ ചിന്തിച്ച ആ ചിന്ത മുഖാന്തരം ലൂസിഫറിനെ ചിറകറ്റവനായി ഭൂമിയിലേക്ക് വരികയും അവൻ ഈ ഭൂമി പാഴ്ശൂന്യമായി തീരുവാനിടയായി. എന്നാൽ വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വചനം വായിക്കുന്നത്. സ്തോത്രം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഭൂമി പാഴായി ശൂന്യമായി തീരുന്നതിനുള്ള കാരണമാണ് ഞാൻ ഇവിടെ ഓർപ്പിച്ചത്. എന്നാൽ വീണ്ടും ദൈവം ആ ഭൂമിയെ ഹല്ലേലൂയ സ്തോത്രം ശൂന്യമായി കിടന്നതിനെ വീണ്ടും ദൈവം ഹല്ലേലൂയ പുനർനിർമ്മിക്കുന്നതായി കാണുന്നു. സ്തോത്രം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന്മേൽ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യമാണ് ഞാൻ വായിച്ചത്. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചത് മുഖാന്തരം ഇരുൾ മാറിപ്പോകുവാനിടയായിത്തീർന്നു. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും
നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഇരുളടഞ്ഞ ഒരു ജീവിതം നയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വെളിച്ചം കാണുവാൻ സാധ്യമാകുകയില്ല. ഇരുളടഞ്ഞ ഒരു ജീവിതത്തിൽ നാം മുന്നോട്ട് പോയാൽ ആമേൻ ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ നമുക്ക് പ്രാപിക്കുവാനൊക്കത്തില്ല. ഇരുളിൽ നാം തപ്പിത്തറിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം അനേക തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിടയായിത്തീരും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ നാം വസിക്കുന്ന വീട്ടിൽ രാത്രിയിൽ നാം എഴുന്നേറ്റാൽ രാത്രിയിൽ അവിടെ ഡാർക്കാണ്. നാം ലൈറ്റ് ഇടാതെ പോയാൽ നാം അവിടെ ഇവിടെ എല്ലായിടത്തും നാം മുട്ടുവാനും വീഴുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് സദാകാലം നമ്മോട് ബാധിച്ചുകൊണ്ടിരിക്കുകയില്ലെന്ന് വചനം പറയും. ദൈവത്തിന്റെ ആത്മാവിന് സ്തോത്രം അത് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതിനാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് മുഖാന്തരം ഇരുൾ ഹല്ലേലൂയ മാറിപ്പോകാൻ വെളിച്ചമുണ്ടാകുവാൻ ഇടയായി തീർന്നു. ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. വെളിച്ചം ദൈവം വെള്ളത്തിന് പകലെന്നും വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയത് വെളിച്ചമാണ്. ആ വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞാൽ അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് പുറകാലം ഞാൻ പറയുന്നതായിരിക്കും. സ്തോത്രം. ഇന്ന് കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നു. യേശുക്രിസ്തു ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. സ്തോത്രം. യേശു നാം ആ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 26, 27, 28 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം ദിവസം മുതൽ 6-ാം ദിവസം വരെ സകലത്തെ 1-ാം ദിവസം മുതൽ 5-ാം ദിവസം വരെ സകലത്തെയും ഒരു വാക്കിനാൽ ദൈവം ഉളവാക്കി. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചോൾ അത് ഉളവായി. ഗാലക്സിയെയും ഭൂമിയെയും ഭൂമിയിലുള്ള സർവ്വ മത്സ്യത്തെയും പർവ്വജാതിയെയും മൃഗത്തെയും സസ്യങ്ങളെ എല്ലാം ദൈവം ഒരു വാക്കിനാൽ ഉളവാക്കിയതിനു ശേഷം 6-ാം ദിവസം സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ നമ്മളെ നിർമ്മിക്കുവാനിടയായി തീർന്നു. ആദ്യ മനുഷ്യനാണ് ആദാം. ആദാം പിന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞ് തനിക്ക് തുണയായി തൻ്റെ ഒരു വാരിയിലെടുത്ത് ഹവ്വയെ തനിക്ക് തുണയായി കൊടുക്കുവാനിടയായി തീർന്നു. എന്നിട്ട് അവരോട് ദൈവം കൽപ്പിച്ചു, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ആ ജീവവൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത്, ബാക്കി എല്ലാം നിങ്ങൾക്ക് കഴിക്കാം. സ്തോത്രം. സകലത്തെ നിങ്ങൾ വാഴുവാനായി ഭരിച്ചു നടത്തുവാനായി ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അതിങ്ങനെ അധികാരം കൊടുത്ത ദൈവം അവർക്ക് അധികാരം കൊടുത്തപ്പോൾ ഈ ലൂസിഫർ പിശാച് ആയി തീർന്ന ഈ ലൂസിഫർ പാമ്പിന്റെ രൂപത്തിൽ കടന്നു വന്ന് അവരെ ഉപായത്താൽ ഹവ്വയെ ചതിപ്പാനിടയായി തീർന്നു. അവിടെ പറയും, ബൈബിളിൽ വായിക്കുന്നത്, ദൈവം കൊടുത്ത നിയമത്തിന് അത് നിയമലംഘനം വരുത്തുവാനായി അങ്ങനെ പിശാചോടെ പദ്ധതി ഒരുക്കി. പിശാച് വന്ന് ഹവ്വയെ ഉപായത്താൽ ചതിപ്പാനിടയായി തീർന്നു. ഹവ്വയോട് പിശാച് ചോദിക്കുകയാണ്, വാസ്തവമായി ദൈവം നിങ്ങളോട് ഈ ഫലം കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, തുടരുന്ന് പറഞ്ഞിട്ടുണ്ടോ, മണക്കരുന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഫലം കാണാൻ ഭംഗിയുള്ളതായിരുന്നു. സ്തോത്രം. അവള് പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, തിന്നരുതെന്ന് പറഞ്ഞു. ഒടുവിൽ ഉപായത്താൽ ഹവ്വയെ ചതിച്ചിട്ട് പിശാച് ഹവ്വയോട് പറയുകയാണ്, സ്തോത്രം, നീ ഇത് കഴിച്ചാൽ നിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലെ ആയിത്തീരും. ദൈവത്തിന്റെ പ്ലാനുകളെയും പദ്ധതികളെയും സ്തോത്രം തകർക്കുവാനായി പിശാച് പാമ്പിന്റെ രൂപത്തിൽ കടന്നു വന്ന് ദൈവം സകലത്തെയും വാഴുവാനായി ആക്കി വെച്ച ഹവ്വയെ ഉപായത്താൽ ചതിപ്പാനിടയായി തീർന്നു. അവൾ പഴം പറിച്ച് ഭക്ഷിച്ച് തന്റെ ഭർത്താവിനും കൊടുത്തു. അവർ പാപം അവരിൽ കടന്ന് അല്ലെങ്കിൽ സ്തോത്രം അവരിൽ ദൈവം നൽകിയിരുന്ന അവരുടെ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ ചരിത്ര പശ്ചാത്തലം എല്ലാം നമുക്കറിയാം. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഒരു കാര്യം നാം മനസ്സിലാക്കണം, മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, പാപം ചെയ്ത ദേഹം മരിക്കും നിശ്ചയം, ആ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഈ ലോകത്തിൽ മറ്റാർക്കും സാധിക്കാതെ വന്നപ്പോൾ പിതാവായ ദൈവം ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ സ്വപുത്രനെ ഞാൻ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി എൻ്റെ പുത്രനെ കാൽവറി കുരിശിൽ യാഗമാക്കി തീർത്ത് മനുഷ്യരെ ഞാൻ വീണ്ടെടുക്കും. ആമേൻ. സ്തോത്രം. യേശു കാൽവറി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്റെ എർത്തലി
അവൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് യേശു മറിയയുടെ ഉള്ളിൽ മറിയ അല്ലെങ്കിൽ ജോസഫിന്റെയും മറിയയുടെയും കുടുംബത്തിൽ ജനിക്കുവാനിടയായി തീർന്നു. ആ ചരിത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. സ്തോത്രം. പിശാച് ഒരു പദ്ധതി ഒരുക്കിയാൽ അതിന് പകരം പ്ലാൻ ബി ഒരുക്കുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. പിശാചിന് ഒരു വഴിയെ അടയ്ക്കാനൊക്കത്തുള്ളൂ, എന്നാൽ നമുക്ക് വേണ്ടി 7 പെരുവഴികളെ തുറക്കുന്നൊക്കെ ദൈവത്തെ നാം സേവിക്കുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയമായാലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. നാം പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന വിഷയം ഇതെങ്ങനെ പരിഹരിക്കപ്പെടും, നമ്മുടെ മുമ്പിലുള്ള ഇന്ന വിഷയം അത് വലിയ മതിലായിട്ട്, മലയായിട്ട്, ഫെൻസായിട്ട്, ചങ്ങലയായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഒക്കെയും നിൽക്കുമ്പോൾ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. പുതിയ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് അധികാരം കൈമാറിയിട്ടാണ് പോയത്. ദൈവമക്കളെ, നാം അധികാരികളെ നാം മനസ്സിലാക്കണം. നമ്മുടെ പദവി, നമ്മൾ ആരെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കടന്നു വന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു ദുഷ്ടശക്തിയും നിൽപ്പാൻ കഴിയില്ല. ഞാൻ ചരിത്രത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവം ആദാമിനെ സ്തോത്രം, അത് ഞാൻ ആ വാക്യം എടുത്ത് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും മൃഗത്തിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവ ജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. 26-ാം വാക്യത്തിൽ കാണുന്നു അവർ വാഴട്ടെ. 28-ാം വാക്യത്തിൽ നാം വീണ്ടും കാണുന്നു വാഴുവാനായി അവരെ കൽപ്പിച്ചാക്കുവാനിടയായി തീർന്നു. ചരിത്രത്തിൽ ആരാണ് ഈ വാഴുന്നത്? രാജാക്കന്മാർക്ക് വാഴുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി വെച്ച് സകലത്തിന്മേലും വാഴുവാൻ അധികാരമുള്ളവനായി ആക്കി തീർത്തു. രാജാക്കന്മാരെ അധികാരത്തോടെ സംസാരിപ്പാനൊക്കത്തുള്ളൂ. സ്തോത്രം. എന്നാൽ പിതാവായ ദൈവം തന്റെ നീതി നിവർത്തിപ്പാനായി തന്റെ പുത്രനെ തോട്ടത്തിൽ നിന്ന് സ്തോത്രം ആദാമിനെ പുറത്താക്കിയപ്പോൾ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ എൻ്റെ മനുഷ്യരാൽ കഴിയാത്ത കാര്യത്തിന് വേണ്ടി, അവർ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായി ഞാൻ എൻ്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് കാൽവരി ക്രൂശ് യാഗമായി ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പാപത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാനിടയായി ആക്കുമെന്ന് തീരുമാനിച്ച ആ തീരുമാനത്തിൽ സ്വപുത്രനെ, സൃഷ്ടിയിൽ തന്നോടുകൂടി ഉണ്ടായിരുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മെ രക്ഷിപ്പാൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തോട് രക്തം വരെ ഊറ്റിത്തന്ന് നമ്മുടെ പാവപരിഹാരത്തിനായി യേശുവിനെ അയച്ച് യേശു കാൽവരി നാം ഏൽക്കേണ്ടിയ ശാപവും നാം ഏൽക്കേണ്ടിയ അടിയും നാം ഏൽക്കേണ്ട തുപ്പലും നാം ഏൽക്കേണ്ട മുൾക്കിരീടവും നാം ഏൽക്കേണ്ട ശാപവും എല്ലാം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയമേ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സകലതും ഹി പെയ്ഡ് ഇൻ ക്രൂശിൽ, ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി വില അർപ്പിക്കുവാനിടയായി തീർന്നു. നമ്മളെ വിലയ്ക്ക് വാങ്ങാനിടയായി തീർന്നു. കാൽവരി ക്രൂശിൽ നമ്മെ രക്തം തന്ന് നമ്മെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. ഞാൻ കടന്നു വരട്ടെ. ആദാമിന് കൊടുത്ത ആ തോട്ടത്തിന്മേൽ വാഴുവാനായി കൊടുത്ത അധികാരം പിശാച് കൈമേറി. സ്തോത്രം. പിശാച് കൈയേറിയതിനാൽ ആദാമിനെ ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഈ ദൈവം ആദാമിനോട് ഹവ്വയോടും പറഞ്ഞു, നിങ്ങൾ ഈ പാപം ചെയ്തതിനാൽ സ്തോത്രം, നിങ്ങൾ ഇനിയും അല്ലെങ്കിൽ വിയർപ്പോടൊപ്പം ഭക്ഷിക്കണം. അങ്ങനെ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ദൈവം സർവ്വ മാനവജാതിയും സകല മനുഷ്യരെയും സ്നേഹിക്കുന്നതിനാൽ തന്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. സ്തോത്രം. പിശാച് അതിനുശേഷം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, മരിക്കുന്ന എല്ലാ വൃതന്മാരെയും മരിക്കുന്നവരെയെല്ലാം അധമപാതാളത്തിൽ കൊണ്ട് അല്ലെങ്കിൽ ചങ്ങലയിട്ട് ബന്ധിച്ച് അവന്റെ പൂണിയിൽ അവന്റെ കയ്യിലാക്കി വെച്ചിരുന്നു. എന്നാൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശ് യാഗമായി കഴിഞ്ഞപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് ആദ്യം പോയത് അധമപാതാളത്തിലേക്ക് പോയി അവിടെ ബന്ധനസ്ഥരായിരുന്നവരെ സ്വതന്ത്രരാക്കി അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്ത് അവരെ പറുദീസയിൽ കൊണ്ട് എത്തിക്കുവാൻ. ഈ പിശാചിന്റെ കയ്യിൽ
ആയിരുന്ന അധികാരത്തെ ദൈവം തിരിച്ചെടുത്തു. സ്തോത്രം. ആമേൻ. ബൈബിളിൽ നാം നോക്കുമ്പോൾ അല്ലെങ്കിൽ ആദാമിന് കൊടുത്ത ആ വാഴ്ച, അധികാരം, കൽപ്പന, ആ വാഴുവാനുള്ള അധികാരം ദൈവം തൻ്റെ മക്കൾക്ക് തിരികെ തരുവാനിടയായി തീർന്നു. സ്തോത്രം. യേശുക്രിസ്തു കാൽവരിയിൽ തന്റെ പിതാവിന്റെ നീതി നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം തന്റെ അധികാരം പുത്രന് കൈമാറി. പുത്രൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ അധികാരം തന്റെ സഭയ്ക്ക് കൈമാറി, നമ്മൾക്ക് ആ അധികാരം കൈമാറി. യേശു തന്നിൽ വിശ്വസിക്കുന്നവർ യേശു ചെയ്യുന്നതിനപ്പുറമായി ചെയ്യുവാനുള്ള അധികാരം നമുക്ക് തരുന്നു. നമുക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതത്തെ പുറത്താക്കുവാൻ, മരിച്ചവരെ ഉയർത്തിപ്പിക്കുവാൻ, സ്തോത്രം, സകല ദീനക്കാരനെ സൗഖ്യമാക്കുവാൻ, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ദൈവം നമ്മളെ അധികാരികളാക്കി മാറ്റി. ഗാലക്സിയുടെ മേലുള്ള അധികാരം, അല്ലെങ്കിൽ വെള്ളത്തിന്മേലുള്ള അധികാരം, തീയിന്മേലുള്ള അധികാരം, രോഗത്തിന്മേലുള്ള അധികാരം, പാപത്തിന്മേലുള്ള അധികാരം, ഹല്ലേലൂയ, എല്ലാത്തിന്മേലുള്ള അധികാരം ദൈവം നമുക്ക് കൈമാറി. 1 പത്രോസ് 2:9 വാക്യത്തിൽ വായിക്കുന്നു, തന്റെ അത്ഭുത പ്രകാശം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി തന്നെ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു, നമ്മളെ ദൈവത്തിന്റെ പുത്രന്മാരാക്കി തീർത്തു. നമുക്ക് അധികാരം കൈമാറി. സ്തോത്രം. അത് അവിടെ നമ്മളെ എന്തൊക്കെയാക്കി? ദൈവത്തിന് സ്വന്തം ജനമാക്കി. ദൈവം നമുക്ക് അധികാരം തന്നു. നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും സ്വന്തം ജനവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്തു. നാം രാജാക്കന്മാരാ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ രാജാക്കന്മാരാ. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ രാജ്ഞിമാരാ. നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ പറയുന്ന നാവിന്മേല അധികാരം ഇരിക്കുന്നത്. വചനം പറയുന്നു, മരണത്തിന്റെയും ജീവന്റെ അധികാരം നമ്മുടെ നാവിനുമേല. നാം പറയുന്നത് സംഭവിക്കും. ഹല്ലേലൂയ. നെഗറ്റീവ് തോട്ട്സുകളെല്ലാം നാം മാറ്റിക്കളയണം. ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കാര്യം നാം പറയരുത്. നാം പറയുന്നത് സംഭവിക്കും. അത് വാസ്തവം തന്നെ. വചനം അത് പറയുന്നു, നാം പറയുന്നത് സംഭവിക്കും. നാം നെഗറ്റീവായിട്ട് പറഞ്ഞാൽ നെഗറ്റീവ് സംഭവിക്കും. നാം പോസിറ്റീവായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് സംഭവിക്കും. അതുകൊണ്ട് ദൈവം തന്റെ സ്തോത്രം അധമപാതാളത്തിൽ കിടന്നവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. നാം അനുഗ്രഹം അനുഭവിപ്പാനായി വിളിച്ചിരിക്കുന്ന ജനറേഷൻ ആയിരിക്കാൽ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരെ നാം അനുഗ്രഹിക്കുന്നവരായി തീർണം. നാം എന്തെല്ലാം നെഗറ്റീവ് കേട്ടാലും ആ നെഗറ്റീവ് നാം ഏറ്റെടുക്കരുത്. പോസിറ്റീവായിട്ട് നാം പറയണം. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നാം നിൽക്കണം. വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നാൽ ആ വചനം നമ്മളെ ഉയർത്തും. സ്തോത്രം. ഈ വചനം നാം എടുത്താൽ ആ വചനം നമ്മളെ മാനിക്കും, ആ വചനം നമ്മളെ ഉയർത്തും. ദൈവകരങ്ങളിലേക്ക് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ സമയം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വചനത്തിന്റെ വ്യവസ്ഥയിൽ നാം നിന്നാൽ ദൈവം നമ്മെ മാനിപ്പാനിടയായിത്തരും. വചനത്തിന്റെ ശക്തി നമ്മളിൽ ഹല്ലേലൂയ കാണുവാനിടയായിത്തരും. നാം സംസാരിക്കുമ്പോൾ തന്നെ ദൈവശക്തി നമ്മുടെ നാവിൽ കൂടെ പുറത്തു വരും. അല്ല നെഗറ്റീവ് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവാകും. കാര്യം ഞാൻ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ആ പിശാച് നമ്മുടെ നാവിന്മേൽ അത് ഏറ്റെടുത്ത് സ്തോത്രം അതെല്ലാം നെഗറ്റീവായിട്ട് വെളിപ്പെടുവാനിടയായിത്തരും. എന്നാൽ നാം പോസിറ്റീവായിട്ട് ഏറ്റെടുത്താൽ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിത്തരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ സെക്ഷൻ ഞാൻ ഉപസംഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധി എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. കർത്താവേ, അങ്ങയുടെ വചനത്തെക്കുറിച്ച് അവിടുത്തെ പ്രവൃത്തിയെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ ആരാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ ചിന്ത പറയുവാൻ അങ്ങനെ ബലപ്പെടുത്തിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരെ കണ്ണു തുറക്കുവാനും അവർ ദൈവത്തോട് ചേർന്നിരിപ്പാനും എല്ലാ നെഗറ്റീവ് തോട്ട്സുകളും മാറിപ്പോയിട്ട് അവർ ഒരു പുതിയ സൃഷ്ടികളായി കർത്താവിന്റെ ഇഷ്ടപ്രകാരം കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ഈ വചനത്തിന്റെ ശക്തി അവർ മധ്യേ വെളിപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി അവർ ടേൺ ഓവർ ആകുവാൻ ഇടയാക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവമഹത്വം അവർ മധ്യേ വെളിപ്പെടട്ടെ. ഈ വചനം ലോകത്തിൽ സകലയിടങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. അവിടുത്തെ വലിയ പ്രവൃത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.